Dear students, welcome to our accountancy classroom. In the discussion, chapter 2, theory base of accounting, plus 1 chapter. Basic accounting concepts. എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Accounting is the language of business. Language should be understood by everyone. There should be unification for this language. There are certain accounting principles, concepts and conventions to bring uniformity and consistency to the process of accounting in order to enhance its utility to various users of accounting information. These principles and concepts provide foundation of recording transactions and preparing financial statements. Theory base of accounting consists of principles, concepts and conventions. Accounting standards issued by Institutes of Chartered Accounts of India (ICAI) also constitute the theory base of accounting. It ensures uniformity and consistency to the process of accounting. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് ആവുമ്പോൾ നമുക്കറിയാം എല്ലാ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പരസ്പരം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റണം. അപ്പം ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഐഡിയ ഇത്തരം ആശയവിനിമയത്തിൽ ഉണ്ടായിരിക്കണം, ഒരു യൂണിഫിക്കേഷൻ വന്നിരിക്കണം. അപ്പം നമ്മൾ സിറ്റ് എന്ന് പറയുമ്പോൾ അതിരിക്കാൻ പറഞ്ഞതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റണം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റണം, എങ്കിലേ അതിനൊരു ആക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ്ങും എന്ന് പറയുന്നത്. ഇത്തരം ലാംഗ്വേജുകൾ കുറേ, അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ലാംഗ്വേജ് കുറേ പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ്സും കൺവെൻഷൻസും ഒക്കെ ഉൾപ്പെട്ടതാണ്. ആ ഒരു പ്രിൻസിപ്പിൾസിന്റെയും കോൺസെപ്റ്റ്സിന്റെയും കൺവെൻഷൻസിന്റെയും, പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ്സ്, കൺവെൻഷൻസ് എന്നൊക്കെ പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെതായ ചില തത്വങ്ങൾ, അതിൻ്റെ ചില ആശയങ്ങൾ, അതിൻ്റെ ചില സമ്പ്രദായങ്ങൾ, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അത്തരത്തിലുള്ള കോൺസെപ്റ്റ്സും കൺവെൻഷൻസൊക്കെയാണ് അക്കൗണ്ടിംഗ് എന്ന പ്രോസസ്സിന് അതിൽ നിന്നും ഉണ്ടാവുന്ന പല ഇൻഫർമേഷൻസും അതിൻ്റെ യൂസേഴ്സ്, അതിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സ് എന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അവർക്കൊക്കെ അത് ആശയവിനിമയത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ്സും ഒക്കെയാണ് ഒരു അക്കൗണ്ടിങ്ങിലെ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷൻ എന്നൊക്കെ പറയുന്ന പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ (ICAI) നിരവധി ഇത്തരത്തിലുള്ള തിയറി, അക്കൗണ്ടിങ്ങിൻ്റെതായിട്ടുള്ള തിയറി ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ലെവലിലും ഇത്തരം സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇന്നത്തെ ഡിസ്കഷൻ ഒരു അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ, സമ്പ്രദായങ്ങൾ, തത്വങ്ങൾ തുടങ്ങിയവയാണ്. Generally accepted accounting principles. In order to ensure uniformity in accounting procedures and methods, certain accounting principles, concepts and conventions have been followed by accounts all over the world. ലോകത്ത് എല്ലായിടത്തും അക്കൗണ്ടിങ്ങിന് പൊതുവായിട്ടുള്ള രീതികളും അല്ലെങ്കിൽ പ്രവർത്തന നടപടിക്രമങ്ങളും എല്ലാം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൻ്റെതായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ്, കൺവെൻഷൻസ്, അതേപോലെ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ദീസ് പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് ആർ യൂഷ്വലി കോൾഡ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. ഇത്തരം ആശയങ്ങൾ അല്ലെങ്കിൽ സമ്പ്രദായങ്ങൾ, അത്തരത്തിലുള്ള അനുമാനങ്ങൾ, ഇവയെല്ലാം കൂടിച്ചേരുന്നതാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്നത്. They serve as an explanation of current practices and as a guide for selection of conventions and procedures. ഒരു അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രോസസ്, പ്രക്രിയ നടക്കുമ്പോൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ളതിനുള്ള ഒരു വിവരണമാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യണം എന്നതിൻ്റെ ഒരു ഗൈഡൻസ് ആയിട്ടും ഇത്തരം പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും കോൺസെപ്റ്റ്സും ഒക്കെ നമുക്ക് ഉപകാരമായിട്ട് മാറുന്നുണ്ട്. ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ്. അത് കോൺസെപ്റ്റ്സ് എന്താണെന്ന് നോക്കാം. ദി ടേം കോൺസെപ്റ്റ്സ് റെഫേഴ്സ് ടു ദി
necessary assumptions or conditions which are fundamental to accounting practice. They are general notions on which accounting system is based. Concepts എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ചില അനുമാനങ്ങളാണ്, അല്ലെങ്കിൽ ചില അവസ്ഥകളാണ്. ഇത്തരം അനുമാനങ്ങളും അവസ്ഥകളും അക്കൗണ്ടിംഗ് പ്രാക്ടീസിന്റെ അടിസ്ഥാനമാണ്. അത് നമ്മൾക്കൊരു പൊതുധാരണ, ജനറൽ നോഷൻസ്, പൊതുധാരണ അക്കൗണ്ടിംഗ് സിസ്റ്റത്തെക്കുറിച്ച് നൽകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സ്, മറ്റൊന്ന് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, തേർഡ് വൺ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് ആണ് ഫോർത്ത് വൺ, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്സ്, കൺസർവേറ്റിസം കോൺസെപ്റ്റ്സ്. അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സ്. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് അക്കൗണ്ടിംഗ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സ്. Business entity concepts assume that business has a distinct and separate entity from its owner. ഒരു ബിസിനസ്സിന്റെ എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ആശയം നമ്മളോട് പറയുന്നത്, ബിസിനസ് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണർ. ബിസിനസിന്റെ ഓണർ എന്ന് പറയുന്നതും ബിസിനസ് എന്ന് പറയുന്നതും സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കരുതേണ്ടത്. അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരുമിച്ച് ഒരേ ആളുകളാണ് ചെയ്യുന്നതെങ്കിലും ഈ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വേറെ നമ്മൾ കാര്യങ്ങളെ കാണണം. ഇതിന്റെ ഓണറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ മറ്റു കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കണം. The business is treated as a unit or entity separate from the person who control it. അപ്പോൾ ബിസിനസ്സിനെ നിയന്ത്രിക്കുന്നതിന്റെ അതിന്റെ ഉടമസ്ഥൻ അവരുടെ പ്രവർത്തനങ്ങളെ, ബിസിനസിന്റെ പ്രവർത്തനങ്ങൾ ബിസിനസിൻ്റെതായിട്ടും പേഴ്സണൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ പേഴ്സണൽ അഫെയർസ് ആയിട്ടും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് നമ്മളോട് പറയുന്നത്. Owners are considered as creditors of the business to the extent of their capital. ബിസിനസ്സിൽ നിക്ഷേപം നടത്തുന്ന ഓണർ ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ക്രെഡിറ്ററാണ് എന്ന് പറഞ്ഞാൽ ഈ ഓണർ കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റലിന്റെ അത്രയും എമൗണ്ട് നമ്മൾ ഏതെങ്കിലും കാലത്ത് ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റർഷിപ്പ് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ്, അതാണ് ഇമ്പാക്ട് ഓഫ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് പ്രൊപ്രൈറ്റർ ഈസ് ട്രീറ്റഡ് ആസ് ക്രെഡിറ്റർ ടു ദ എക്സ്റ്റെന്റ് ഓഫ് ഹിസ് ക്യാപിറ്റൽ. ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനെ ആ സ്ഥാപനത്തിന്റെ വ്യൂ പോയിന്റിൽ ക്രെഡിറ്റർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അത് എത്രയാണോ അദ്ദേഹം കൊണ്ടുവന്ന ക്യാപിറ്റൽ അത്രയും ബാധ്യത നമ്മളുടെ ബിസിനസ് അദ്ദേഹത്തോട് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, പേഴ്സണൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ഓണർ നോട്ട് കൺസിഡേർഡ് while recording and reporting assets and liabilities of the business. ഒരു ഓണർ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹത്തിന് പേഴ്സണൽ ആയിട്ടുള്ള കുറെ ബിലോങ്ങിങ്സ് ഉണ്ടാവും, ബിസിനസിൻ്റെതായിട്ടുള്ള കുറെ ബിലോങ്ങിങ്സ് ഉണ്ടാവും. അപ്പം പേഴ്സണൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഒരു സ്ഥാപനത്തിന്റെ അസറ്റും ലയബിലിറ്റിയും ഉണ്ടാവും, പേഴ്സണൽ ആയിട്ടുള്ള അസറ്റും ലയബിലിറ്റിയും ഉണ്ടാവും. അപ്പോൾ ഓണറെ സംബന്ധിച്ച് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ പേഴ്സണൽ, ഇപ്പോൾ വീട്ടിൽ സ്വന്തമായിട്ട് ലാൻഡ്, ബിൽഡിങ്, ഓർണമെന്റ്സ്, ക്യാഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പേഴ്സണൽ ആയിട്ടുള്ള അസറ്റുകളാണ്. അതേപോലെ അദ്ദേഹത്തിന് വല്ല ലൈബിലിറ്റി ഉണ്ടാകും, അതൊക്കെ പേഴ്സണലാണ്. അതേസമയം ബിസിനസ്സിന് പേഴ്സണൽ ആയിട്ടുള്ള അസറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബിസിനസ്സിൻ്റെതായിട്ടുള്ള അസറ്റും ബിസിനസ്സിൻ്റെതായിട്ടുള്ള ലൈബിലിറ്റിയും വേറെയാണ് എന്നുള്ളതാണ് ഈ കോൺസെപ്റ്റ് നമ്മളോട് പറയുന്നത്. Amount withdrawn by the owner from the business for his personal purpose is to be considered as drawings. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മളെ ട്രാൻസാക്ഷനിൽ ബിസിനസ്സിൽ നിന്നും പേഴ്സണലായിട്ട് ക്യാഷോ അല്ലെങ്കിൽ ഗുഡ്സോ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഡ്രോയിങ്സ് വരാനുള്ള കാരണം ഈ എൻറ്റിറ്റി കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊന്ന്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. According to this concept, only those transactions are recorded which can be expressed in terms of money or money's worth. The qualitative aspects of the business, for example, efficiency of management, however important for the business, are not recorded in the books of accounts because they can be evaluated in terms of money.
ഈ ഒരു കോൺസെപ്റ്റ് നമ്മളോട് പറയുന്നത് പണത്തിൻ്റെതായിട്ടുള്ള വാല്യൂ ഇല്ലാതെ അല്ലെങ്കിൽ പണത്തിൻ്റെതായ രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരു ആസ്പെക്റ്റുകളും അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് ആണ് എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അതിനൊരു മോണിറ്ററി വാല്യൂ അല്ലെങ്കിൽ മണി വെർത്ത് ഉണ്ടായിരിക്കണം, പണത്തിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. അപ്പം ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും, അത് റെക്കോർഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആകാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് റെക്കോർഡ് ചെയ്യണോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അതിന് മോണിറ്ററി വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ പണസംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പ്രകാരം അത് ട്രാൻസാക്ഷനായി മാറ്റുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇവൻറ്റ്സ് ഓർ ട്രാൻസാക്ഷൻസ് വിച്ച് കാൺട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി വിൽ നോട്ട് ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈവൻ ദോ ദേ മേ ബി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ബിസിനസ്. എത്ര പ്രധാനപ്പെട്ട സംഭവങ്ങളായാലും അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ആയാലും മണി മാറ്റർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു മണി വർത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ട്രാൻസാക്ഷൻസ് നമുക്ക് ബിസിനസ്സിന് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നു, ഫോർ എക്സാമ്പിൾ ഫോർ inefficiency of management, workers, favorable conditions in the economy, government decisions, quarrel between department heads, etc. are very important for the business but can't be recorded as per this concept. അപ്പോൾ ഇതിലൊന്നും നമുക്ക് പണത്തിൻ്റെതായിട്ടുള്ള ഒരു വിലയിരുത്തൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഒന്നും മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പ്രകാരം അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അടുത്തത് പറയുന്നു ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ബിസിനസ് ഫേം വിൽ കണ്ടിന്യൂ ടു ക്യാരി ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഫോർ എൻ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഒരു ബിസിനസ് അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആണ്, എന്ന് വെച്ചാൽ അതിന് അങ്ങനെ ഒരു കൃത്യമായ ഒരു പീരീഡ് ഇല്ല. അപ്പോൾ അത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പ്രകാരമാണ് അങ്ങനെ പറയുന്നത്. ദർ ഈസ് നോ ഇന്റൻഷൻ ടു ലിക്വിഡേറ്റ് ദ ബിസിനസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഒരു ബിസിനസ് പ്രവർത്തനമാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മളത് തുടങ്ങുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. It is on account of this assumption that the fixed assets are recorded at original cost and are depreciated in a systematic manner. If this principle is not followed in accounting, the entire cost of asset will be charged to profit and loss account. അപ്പം ബിസിനസിന്റെ പ്രവർത്തനം ഇൻഡെഫിനിറ്റ് ആണ്, എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയം നമ്മൾ നേരത്തെ തീരുമാനിക്കാത്തതാണ്, അത് ലോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ടിന് ഒരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം അത് ഒറിജിനൽ കോസ്റ്റിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ച് ആ ഡിപ്രീസിയേഷൻ മാത്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലായിരുന്നെങ്കിൽ ഏത് വർഷമാണോ നമ്മൾ ഹ്യൂജ് എമൗണ്ടിന് വാങ്ങിച്ച ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കുന്നത് ആ വർഷം തന്നെ ഫുൾ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടിയിരുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓൺ ദിസ് കോൺസെപ്റ്റ് ദാറ്റ് വി റെക്കോർഡ് ഫിക്സഡ് അസറ്റ്സ് അറ്റ് ദെയർ ഒറിജിനൽ കോസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദീസ് അസറ്റ്സ് വിത്തൗട്ട് റെഫറൻസ് ടു ദെയർ മാർക്കറ്റ് വാല്യൂ. ഇതിന്റെ കാരണം കൊണ്ടാണ് ഫിക്സഡ് അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത്, ബിസിനസ്സിൽ രേഖപ്പെടുത്തുന്നത് അതിന്റെ ഒറിജിനൽ കോസ്റ്റ് വാങ്ങിച്ച വിലയും പിന്നെ ഓരോ വർഷവും അതിന്റെ ഡിപ്രീസിയേഷൻ കുറച്ചുമാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. On the basis of these concepts that outside parties enter into long-term contracts with the firm, give loans, purchase debentures, etc. ഈ കാരണം കൂടി കൊണ്ടാണ് ബിസിനസിന്റെ പുറത്തുള്ള സ്ഥാപനത്തിന്റെ ആളുകൾ ബിസിനസ്സിൽ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നത്. മറ്റൊന്ന്, ഓൺ ദിസ് കോൺസെപ്റ്റ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകംസ് ആർ എലിജിബിൾ ടു റെക്കോർഡ് ആസ് എൻ അസറ്റ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. ബിസിനസ്സിൽ പ്രീപെയ്ഡ് എക്സ്പെൻസും ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകൊക്കെ രേഖപ്പെടുത്തുന്നതിന്റെ ഒരു കാരണവും ഇത് തന്നെയാണ്. ഒരു വർഷത്തിന്റെ അപ്പുറത്താണ് ഇത്തരം ട്രാൻസാക്ഷൻസ് ഉണ്ടാകുക. ആൻഡ് ഫൈനലി അസറ്റ്സ് ആർ ക്ലാസിഫൈഡ് ആസ് കറണ്ട് ആൻഡ് നോൺ കറണ്ട് അസറ്റ്. അസറ്റ് നമ്മൾ കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റായിട്ടും റെക്കോർഡ് ചെയ്യാനുള്ള കാരണവും ഇത് തന്നെയാണ്. വിത്തൗട്ട് ദിസ് കോൺസെപ്റ്റ് സച്ച് ക്ലാസിഫിക്കേഷൻ വുഡ് ബി ഡിഫിക്കൽട്ട് ടു ജസ്റ്റിഫൈ. ഇറ്റ് ഈസ് സെയിം ആസ് ഇൻ കേസ് ഓഫ് ലയബിലിറ്റീസ്. ഇത് അല്ലാതെ കറണ്ടും നോൺ കറണ്ട് അസറ്റായിട്ടൊന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതേ കേസുകളൊക്കെ തന്നെയാണ് ലയബിലിറ്റീൻ്റെതും എന്നുള്ളതും മനസ്സിലാക്കുക. മറ്റൊരു കോൺസെപ്റ്റാണ് അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ്.
According to this concept, though the business is a continuous affair, its life is divided into small time intervals for the measurement of the profit of the business. ഈ ഒരു കോൺസെപ്റ്റിൻ്റെ പേര് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്നാണ്. നമുക്കറിയാം ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് അഫെയർ ആണ്. എന്നിരുന്നാലും ഇതിൻ്റെ പ്രവർത്തന ഫലങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അതായത് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്മോൾ ഇൻ്റർവെൽ ടൈമിൽ നമ്മൾ ബിസിനസ്സിനെ കണക്കാക്കുന്നുണ്ട്. 12-month പീരീഡ് ഈസ് അഡോപ്റ്റഡ് ഫോർ ദിസ് പർപ്പസ്. ഇങ്ങനെ ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ലൈഫ്, അതിൻ്റെ സ്മോൾ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് 12 month ആണ്. അതെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഒരു വർഷമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. Strictly speaking, the true results of the business operations can be ascertained only at the end of its life. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ സക്സസ്ഫുൾനെസ് എന്ന് പറയുന്നത് അതിൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയതിനു ശേഷം പറയാൻ പറ്റുള്ളൂ. ബട്ട് അസർടൈൻമെൻറ്റ് ഓഫ് results after a very long period will be of little use to various users, and it will be too late to take corrective steps at that time. അപ്പം നമുക്കറിയാം ബിസിനസ്സിൻ്റെ സക്സസ്ഫുൾനെസ് തീരുമാനിക്കുന്നത് അതിൻ്റെ കംപ്ലീറ്റ് ആയതിനു ശേഷം, അതിൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയതിനു ശേഷമേ പറയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും അങ്ങനെ ഒരു വിവരം നമ്മുടെ വേരിയസ് യൂസേഴ്സ് എന്ന് പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഓണേഴ്സ്, മാനേജേഴ്സ്, അങ്ങനെ വിവിധ ഗ്രൂപ്പുകളുണ്ട്. ഇവർക്കൊന്നും ഇത്തരം ഒരു ഫൈനൽ റിസൾട്ട് ആയിരിക്കില്ല വേണ്ടി വരിക. ഇടയ്ക്കിടയ്ക്ക് ആവശ്യമായിട്ട് അവരുടെ ബിസിനസ്സിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ, അവരുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തന ഫലം അറിയേണ്ടി വരും. അങ്ങനെ വളരെ ലേറ്റായിട്ട് കിട്ടുന്ന വിവരങ്ങൾ അവർക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. Thus, the entire life of the firm is divided into time intervals for the measurement of profit of the business. അതുകൊണ്ടാണ് ബിസിനസ്സിൻ്റെ ആ ഒരു പീരീഡ് 12 months ആയിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഓരോ ബിസിനസ്സും 12 months അതിൻ്റെ പ്രവർത്തന ഫലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ആ ഒരു കാഴ്ചപ്പാടാണ് അക്കൗണ്ടിങ് പീരീഡിലൂടെ നമ്മൾ പറയുന്നത്. ഇൻ ഇന്ത്യ, ഫിസിക്കൽ ഇയർ സ്റ്റാർട്ടിംഗ് ഫ്രം April 1 വുഡ് എൻഡ് ഓൺ March 31 ഓഫ് ദി ഫോളോയിങ് ഇയർ. ഇപ്പോൾ സാധാരണ ബിസിനസ്സിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 12 months ആണ്, 1 year ആണെന്ന് പറഞ്ഞു. പല ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് സംബന്ധമായ പ്രോബ്ലംസൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദ ബിസിനസ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് January 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഇയർ പറയും, അല്ലെങ്കിൽ December 31 അവസാനിക്കുന്നു എന്ന് പറയും. അതാണ് സാധാരണ ഒരു ബിസിനസ്സിൻ്റെ ഏതൊരു എന്താ പറയുക 12 months സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ പറയുന്നത് April 1 മുതൽ 31 ഓഫ് ദി നെക്സ്റ്റ് ഇയർ ആണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. മറ്റ് ചില രാജ്യങ്ങളിലെല്ലാം, ചില രാജ്യങ്ങളിലൊക്കെ October 1 മുതൽ നെക്സ്റ്റ് September 30 വരെ ഉള്ള പീരീഡും വായിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇത് April 1 മുതൽ March 31 ആണ്. അതല്ലെങ്കിൽ January 1 മുതൽ ആ വർഷത്തെ December 31 വരെ തന്നെയാണ്. മറ്റൊന്ന് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. എവറി ബിസിനസ് ട്രാൻസാക്ഷൻസ് ഹാസ് ഡബിൾ ഇഫക്റ്റ്. ഇൻ അതർ വേർഡ്സ്, എവറി ട്രാൻസാക്ഷൻ എഫക്ട്സ് അറ്റ്ലീസ്റ്റ് 2 accounts. ഈ കോൺസെപ്റ്റ് പറയുന്നത് ഡ്യുവൽ എന്ന് പറഞ്ഞാൽ ഡബിൾ എന്നുള്ള അർത്ഥം തന്നെ, 2 എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനും 2 ഇഫക്റ്റ് ഉണ്ട്. അതായത് എവറി ട്രാൻസാക്ഷൻ എഫക്ട്സ് അറ്റ്ലീസ്റ്റ് 2 accounts. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ 1 account ഈസ് ഡെബിറ്റഡ്, എനി അതർ അക്കൗണ്ട് മസ്റ്റ് ബി ക്രെഡിറ്റഡ്. ഇതിൽ നിന്നും ഒരു അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അതല്ലെങ്കിൽ തിരിച്ച് ഒരു അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ മറ്റൊന്ന് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ദി സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് ആസ് ഡബിൾ എൻട്രി സിസ്റ്റം. ഈ ഒരു രീതി, അതായത് ഒരു ട്രാൻസാക്ഷന് 2 ഇഫക്റ്റ് ഉണ്ടാകും, ആ 2 ഇഫക്റ്റും റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്ന സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് കോൺസെപ്റ്റ്. ഈ ഒരു രീതി അനുസരിച്ചാണ് അക്കൗണ്ടിങ്ങിലെ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന ആശയം പ്രവർത്തിക്കുന്നത്. It is because of these concepts that the 2 sides of the balance sheet are always equal and the following accounting equation will always hold good at any point of time. നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിച്ച സ്റ്റുഡൻസ് ആണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പ്രകാരമാണ്
അസറ്റ് എന്നത് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചത്. അതല്ലെങ്കിൽ അസറ്റ് ഈസ് ഈക്വൽ ടു ഓണേഴ്സ് ഇക്വിറ്റി, അതായത് ക്യാപിറ്റൽ ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി ലയബിലിറ്റി എന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പ്രകാരം എപ്പോഴും അസറ്റിനോട് ലയബിലിറ്റിയും ക്യാപിറ്റലും തുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫണ്ടാണ്, എക്സ്റ്റേണൽ ഫണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇന്റേണൽ ഫണ്ടാണ്, ഓണർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് സ്ഥാപനത്തിന്റെ അസറ്റുകൾ നമ്മൾക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. മാച്ചിങ് കോൺസെപ്റ്റ് അടുത്തത്. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് എൻ അക്കൗണ്ടന്റ് ടു ഡിറ്റർമിൻ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് പീരിയോഡിക്കലി. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് പ്രകാരം പീരിയോഡിക്കലി നമ്മുടെ ബിസിനസ്സിന്റെ പ്രോഫിറ്റ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്ന് പറയും. ദിസ് കോൺസെപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കറക്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺസെപ്റ്റ് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം നെറ്റ് പ്രോഫിറ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മാച്ചിങ് കോൺസെപ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, എക്സ്പെൻസസ് ഷുഡ് ബി മാച്ച്ഡ് ടു ദ റവന്യൂ ഓഫ് ദി അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിംഗ് പീരീഡ് ടു ഡിറ്റർമിൻ ദ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ അക്കൗണ്ടിംഗ് പീരീഡ്. മാച്ചിങ് എന്ന് പറയുമ്പോൾ തന്നെ ആ ടേം ഇൻഡിക്കേറ്റ് ഇറ്റ് സെൽഫ് അല്ലെ, എന്തൊക്കെയോ മാച്ച് ചെയ്യണമെന്ന് പറയുന്നത്. ഇവിടെ മാച്ചിങ് ഉദ്ദേശിക്കുന്നത് കറണ്ട് എക്സ്പെൻസസ് ഷുഡ് മാച്ച്ഡ് ടു ദ റവന്യൂ ഓഫ് ദ അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിംഗ് പീരീഡ്. അതാത് വർഷത്തെ അക്കൗണ്ടിംഗ് പീരീഡിനുള്ളിൽ വരുന്ന റവന്യൂ അതേപോലെ എക്സ്പെൻസസ് തമ്മിൽ മാച്ച് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. Therefore, as per this concept, adjustments are made for all outstanding expenses, prepaid expenses, accrued incomes and unearned income, അതായത് ഇൻകം റിസീവ്ഡ് ഇൻ ആണ്. ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്സിലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും പ്രീപെയ്ഡ് എക്സ്പെൻസസും ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസും എല്ലാം നമ്മൾ പരിഗണിക്കുന്നത്. കാരണം ഇത് അതാത് കാലത്തെ എക്സ്പെൻസസും ഇൻകംസും ഒക്കെ കൂട്ടാനും കുറയ്ക്കാനുമാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ പഠിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ മാച്ചിങ് കോൺസെപ്റ്റിൽ ഇതിന് ഇത്ര പ്രാധാന്യം വരുന്നത്. മാച്ചിങ് കോൺസെപ്റ്റ് പറഞ്ഞതുകൊണ്ടാണ് എക്സ്പെൻസസ് അതാത് സമയത്ത് എക്സ്പെൻസും അതാത് സമയത്ത് ഇൻകവും തമ്മിൽ മാച്ച് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അഡ്ജസ്റ്റ്മെന്റ് റിക്വയർഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകംസ് ആൻഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സിൽ ഇത്രയും ഐറ്റംസ് ഉൾപ്പെടുത്താനുള്ള ഒരു കാരണം മാച്ചിങ് കോൺസെപ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. According to this concept, all anticipated losses should be recorded in the books of accounts, but all anticipated or unrealized gains should be ignored. കൺസർവേറ്റിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥാപനത്തിലെ സാധ്യമായ എല്ലാ എക്സ്പെൻസസും ലോസസും റെക്കോർഡ് ചെയ്യണം നമ്മൾ. അതേസമയം പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ കിട്ടാതിരിക്കുന്ന ഒരു ഗെയിനിനെ നമ്മൾ അനാവശ്യമായിട്ട് പ്രാധാന്യം കൊടുക്കാനും പാടില്ല. എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസിന് കൂടുതൽ പരിഗണന കൊടുക്കണം. എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും അത് റെക്കോർഡ് ചെയ്തിരിക്കണം. പക്ഷേ കയ്യിൽ ലഭിച്ച ഗെയിൻ അല്ലെങ്കിൽ ഇൻകം മാത്രമേ നമ്മൾ പരിഗണിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒന്ന് പ്രതീക്ഷിക്കുന്നതും ഉൾപ്പെടുത്തണം. അതായത് എക്സ്പെൻസസ് ആണെങ്കിൽ അത് സാധ്യത ഉണ്ടെങ്കിൽ, അത് പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തുകയും, എന്നാൽ റവന്യൂ അല്ലെങ്കിൽ ഗെയിൻ കേവലം പ്രതീക്ഷയിൽ മാത്രമാവരുത്, അത് യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ പോളിസി ഓഫ് പ്ലേയിങ് സേഫ്. കാരണം അതൊരു സ്ഥാപനത്തിന് ഇൻകം പ്രതീക്ഷിച്ചതുകൊണ്ട് മാത്രം നമ്മൾക്ക് അത് കയ്യിൽ ലഭിക്കണമെന്നില്ല, വളരെ റിസ്ക് കൂടുതലാണ്. പക്ഷേ എക്സ്പെൻസ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് പ്ലേയിങ് ദ സേഫ് എന്ന് പറയുന്ന പോളിസിയാണ് കൺസർവേറ്റിസത്തിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. This concept requires that profit should not be recorded until realized, but all losses, even those which may have a remote possibility, are to be provided for in the books of accounts. ഞാൻ പറഞ്ഞത് തന്നെയാണത്. പ്രോഫിറ്റിനെ സംബന്ധിച്ച് ഒരു ലോസസ് റിയലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ വിദൂരമായൊരു സാധ്യത മാത്രമേ ഉള്ളെങ്കിൽ പോലും ലോസസും എക്സ്പെൻസും നമ്മൾ റെക്കോർഡ് ചെയ്യണം. പക്ഷേ ഇൻകം ആണെങ്കിൽ അത് നമ്മൾക്ക് റിയലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അത് റെക്കോർഡ് ചെയ്യേണ്ടതുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഈ കോൺസെപ്റ്റിന്റെ ഒരു ഇമ്പാക്റ്റ്, ഒരു
ഫാക്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മറ്റൊരു പേരുണ്ട് പ്രൂഡൻസ് എന്ന് പറയുന്ന പ്രൂഡൻസ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൂഡൻസ് എന്നുകൂടി ഈ കൺസർവേറ്റിസം കോൺസെപ്റ്റിനെ കുറിച്ച് അറിയപ്പെടുന്നത്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഈസ് ക്രിയേറ്റഡ് ഇൻ ആന്റിസിപ്പേഷൻ ഓഫ് ആക്ച്വൽ ബാഡ് ഡെറ്റ്സ്. ബാഡ് ഡെറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ അതുകൊണ്ട് നമ്മൾ പ്രൊവിഷൻ വെക്കുന്നു അല്ലെ. അഡ്ജസ്റ്റ്മെന്റ്സിൽ നമ്മൾ പ്രൊവിഷൻ വെച്ചതിന്റെ കാരണങ്ങളൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അവിടെ ഒരു സാധ്യമായ ഒരു ബാഡ് ഡെറ്റ് കൂടി പരിഗണിക്കാനാണ് നമ്മൾ പ്രൊവിഷൻ വെക്കുന്നത്. അപ്പം പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അതൊരു ലോസ് ആണ് അല്ലെങ്കിൽ എക്സ്പെൻസ് ആണ്. അപ്പൊ അത് പരിഗണിക്കണം. അപ്പൊ ഭാവിയിൽ ഡെറ്റേഴ്സിനെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഒരു ബാഡ് ഡെറ്റ് ഉണ്ടായേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് അവിടെ നമ്മളത് പ്രൊവിഷൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മറ്റൊന്ന്, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. നമ്മുടെ സ്ഥാപനത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഗുഡ്സ് ആണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ അതിന്റെ മാർക്കറ്റ് വില എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഇപ്പോൾ എത്രയാണ് വില, അതാണ് മാർക്കറ്റ് വില എന്ന് പറയുന്നത്. അതിന് ഒറിജിനൽ പ്രൈസ് ഉണ്ട്, അതാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും കൂടി നോക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസ് കൂടുതലാണെങ്കിൽ നമ്മൾക്കത് പരിഗണിച്ചാൽ അസറ്റിന്റെ വില കൂടും. പക്ഷെ അത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഏതാണോ ഏറ്റവും കുറവുള്ളത്, മാർക്കറ്റിലെ വിലയാണ് കുറവ് എങ്കിൽ അതാണ് നമ്മുടെ റെക്കോർഡിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ രേഖപ്പെടുത്തേണ്ടത്. ഇനി അതല്ല ഒറിജിനൽ കോസ്റ്റ് പ്രൈസ്, അപ്പോൾ പിന്നെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ വിലയാണ് കുറവുള്ളതെങ്കിൽ അപ്പോൾ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയാണ് പരിഗണിക്കേണ്ടത്. മറ്റൊന്ന്, ജോയിന്റ് ലൈഫ് പോളിസി ഷോൺ ഓൺലി അറ്റ് സറണ്ടർ വാല്യൂ ആസ് അഗെയിൻസ്റ്റ് ദ എമൗണ്ട് പെയ്ഡ്. അപ്പം അത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാണ് ജോയിന്റ് ലൈഫ് പോളിസി എന്ന് പറയുന്നത്. അത് കാണിക്കുമ്പോൾ സറണ്ടർ വാല്യൂ എന്ന് പറഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ള എമൗണ്ട് ആണ്, ഇൻഷുറൻസിന്റെ ആ വിലയാണ് പരിഗണിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറയുന്നത്. ഇങ്ങനെ 7 കോൺസെപ്റ്റ് ആണ് നമ്മൾക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ ഇപ്പോൾ ഈ വർഷം പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക.